Hi viewers, Puspanjali Garden is back with another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് റോസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വലിയ പോട്ടിൽ വന്നിട്ടുണ്ട്, ചെറിയ പോട്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല രീതിയിൽ പൂക്കണ ഒരു സമയമാണ്. അപ്പോൾ നല്ല വിരിഞ്ഞിരിക്കുന്ന നല്ല സുന്ദരമായ അട്രാക്റ്റീവ് ആയിട്ടുള്ള റോസിൻ്റെ വീഡിയോസും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഓരോ പ്ലാന്റ് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീണ്ടും വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടപ്പെട്ട് മേടിക്കാൻ താല്പര്യമുണ്ട്, പെട്ടെന്ന് മേടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് നല്ല നല്ല വെറൈറ്റീസ്, റെയർ വെറൈറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ബുക്ക് ഔട്ട് ആകും. പിന്നെ നമ്മൾക്ക് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ആ പ്ലാന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും അതിനു വേണ്ടി അഡ്വാൻസ് ചെയ്യുകയോ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന്. ബട്ട് വേറെ ഒരു കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾ അഡ്വാൻസും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അതാണ് സിറ്റുവേഷൻ. നമ്മുടെ കയ്യിലും നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളൊരു ഐറ്റം അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും വരലും പ്ലീസ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്, സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ. നമ്മൾക്ക് വന്നനുസരിച്ച് നമ്മൾ കൊടുത്ത് പോകുവാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു കാര്യം ചെയ്തു തരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഞങ്ങൾക്ക് ഇൻക്വയറി വരുവാണെങ്കിൽ, നിങ്ങൾ കൺഫേം എടുക്കുമെന്ന് ഷ്യൂരിറ്റി തരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറും ഏത് പ്ലാന്റാണ് വേണ്ട ആ ഡീറ്റെയിൽസ് എഴുതി വെച്ചേക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് വരുമ്പോൾ നിങ്ങളെ വിളിക്കാം. അത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ എല്ലാ പ്ലാന്റും എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്തായാലും നമ്മൾ മാക്സിമം പ്ലാൻസ് അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പം നമുക്ക് പ്ലാൻസ് ഒക്കെ കാണാൻ പോയാലോ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ റോസ് വെറൈറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. റോസിൽ തന്നെ നമ്മുടെ കൈ കൊടുക്കാനായിട്ട് ചെറിയ കവറിലുള്ള റോസുണ്ട്, ഒരു മീഡിയം കവറിലുള്ള റോസുണ്ട്, പിന്നെ ചെറിയ പോട്ടിലുള്ള റോസുണ്ട്, വലിയ പോട്ടിലുള്ള റോസുണ്ട്. ഇപ്പം പിന്നെ വലിയ പോട്ടിലുള്ള റോസ് നമുക്ക് ലിമിറ്റഡ് പ്ലാന്റ്സേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, പക്ഷേ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനത്. അതുപോലെ തന്നെ ഓരോ കവറിലുള്ളതിന് റേറ്റ് ചെറിയ ഒരു അഫോർഡബിൾ റേറ്റ് ആയിരിക്കും, പോട്ടിലുള്ളതിന് കുറച്ചുകൂടെ റേറ്റ് കാണും. അപ്പം പ്ലാന്റിൻ്റെ പോട്ടിങ് അനുസരിച്ചും അതിൻ്റെ റേറ്റ് വ്യത്യാസങ്ങൾ വരും, അതിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. പിന്നെ ഒരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞാൽ, അറിയാവുന്ന പേര് മിക്കവരും നമ്മുടെ വലിയ പോട്ടി വന്ന പ്ലാന്റ്സാണ് എടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ചെറിയ ബാഗുകളിൽ വന്ന അതൊക്കെ ഒറ്റ ചെറിയ ഒത്തിരി വണ്ണമില്ലാത്ത സ്റ്റെമ്മും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് കയറി വന്ന പ്ലാന്റ് ഒറ്റ സ്റ്റെമ്മായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഒരു സ്റ്റെമ്മ് കയറിപ്പോയി അതിൽ നിന്ന് ഒത്തിരി ബ്രാഞ്ചസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അതേ സമയത്ത് നമ്മുടെ വലിയ പോട്ടുകളിലൊക്കെ നമ്മൾ സ്റ്റെമ്മ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ല കട്ടിയുള്ള സ്റ്റെമ്മായിരിക്കും, അതിൽ നിന്ന് ഒത്തിരി ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ വരും. നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയും ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെയാണ്. അതേപോലെ തന്നെ വലിയ പോട്ടിലുള്ള റോസിന് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നല്ല രീതിയിൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണും, നല്ല രീതിയിൽ പ്രോട്ടീൻ മിക്സും നല്ല മണ്ണും കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് കാണും, നല്ല വളവും കാണും. അപ്പം അതിൻ്റെ ഒരു സർവൈവൽ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് ആസ് കമ്പയർ ടു ആ ചെറിയൊരു കവറിലുള്ളതിനേക്കാളും. പോരാത്തതിന് നമുക്ക് കൂടുതൽ നാൾ വെച്ചേക്കാം, ഒരു 2 മാസം ഒക്കെ നമുക്ക് ഒന്നും ചെയ്യാതെ, മണ്ണൊന്നും ആഡ് ചെയ്യാതെ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ ചെറിയ ഇതാണെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റി വേറെ റീപോർട്ട് ചെയ്യേണ്ടിയൊക്കെ വരും. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും ഈ വലിയ പോട്ട് പ്രിഫർ ചെയ്യണത്. പിന്നെ എൻ്റെ ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ ചെറിയ പ്ലാന്റ്സും ചെയ്ത് നോക്കുക, വലിയ പ്ലാന്റ്സും ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പ്രോ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന പ്ലാന്റാണ് ഗ്രീൻ റോസ്.
ഇതിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലവർ കണ്ടോ, ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലീഫാണെന്ന് തന്നെ തോന്നത്തുള്ളൂ ആ ഫ്ലവർ, ആ രീതിയിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല അട്രാക്റ്റീവ്, അത്യാവശ്യം ഒരു വെറൈറ്റി ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഗ്രീൻ റോസ് തന്നെ കാണിച്ചത്. എനിക്കറിയാം ഈ റോസിന് വേണ്ടി ഒത്തിരി എൻക്വയറീസ് വരും, പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മളുടെ കയ്യിൽ. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ഒന്ന് വെച്ചേക്കുക, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റീസ്റ്റോക്ക് ചെയ്യണമായിരിക്കും. അടുത്തതായിട്ട് ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് റെഡ് റിച്ച് എന്ന് പറയുന്ന വെറൈറ്റി. ഇത് നല്ല ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സിംഗിൾ സ്റ്റെമ്മിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എത്ര ഡിഫറൻസ് ഉണ്ട് ചെറിയ നമ്മൾ കവറിൽ മേടിക്കുന്നതിലും നമ്മുടെ പോട്ടിൽ മേടിക്കുന്നതിലും. പോട്ടിൽ മേടിക്കുമ്പോൾ കുറച്ച് റേറ്റൊക്കെ കൂടുതലാണ്, ബട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ യെല്ലോ വെറൈറ്റി, ബിഗ് യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. ഇതിൻ്റെ പൂവൊക്കെ നല്ല വലിയ പൂവായിരിക്കും, നല്ല വലിയ ഇതളുകളും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് വെറൈറ്റി, റൂബി ഓറഞ്ച് എന്ന് പറയും. ഇതിൻ്റെ നല്ല രീതിയിൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ കയറും, നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല അട്രാക്റ്റീവ് കളറാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ഗാർഡനിലൊക്കെ നിൽക്കുമ്പോൾ എന്ത് സന്തോഷമാണ് കിട്ടണമെന്നറിയാമോ? അതൊന്നും നമുക്ക് ഒരു പ്ലാന്റ് ലവർ അല്ലെങ്കിൽ ഫ്ലവർ ലവറിനോട് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അടുത്തതാണ് നമ്മുടെ പേപ്പർ വൈറ്റ്. പേപ്പർ വൈറ്റിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ ബ്രാഞ്ചിൽ കയറി കഴിഞ്ഞാൽ എൻഡിൽ നല്ല രീതിയിൽ പൂ പിടിക്കും, നല്ലവണ്ണം ബ്രാഞ്ചസ് വരും, നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ പൊതുവെ ഇതിന് ഒരു നല്ല വൈറ്റ്, പ്യുവർ വൈറ്റ് ടൈപ്പ് ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ റോസിൻ്റെ കളറിനും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് പോകാം. അടുത്ത വെറൈറ്റി ഇതാണ് നമ്മുടെ കശ്മീരി റോസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലൈറ്റിഷ് കളറായിരിക്കും, എന്നാൽ ഒരു പിങ്കും അല്ല നല്ല റെഡും അല്ല, അതിൻ്റെ ഒരു മീഡിയം കളർ ആയിട്ടിരിക്കും, ഒരു ലൈറ്റ് കളറും നല്ല അട്രാക്റ്റീവാണ്. അടുത്തതാണ് ബട്ടൺ റോസ്. ബട്ടൺ റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല വലിയ സൈസൊന്നും ആകത്തില്ല, പക്ഷെ ചെറിയ ഒരു മീഡിയം സൈസിൽ നല്ല റൗണ്ട്, നല്ല രീതിയിൽ ഈ ഇതളുകളും കാര്യങ്ങളും ഒക്കെ വന്ന നല്ല ബ്രാഞ്ചസ് ബുഷ് പോലെ നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റാണ് ഇത്. അടുത്തതാണ് നല്ല അട്രാക്റ്റീവും ഡബിൾ കളർ വന്നതാണിത്. ഇതിൻ്റെ പേരാണ് ഡബിൾ ഡിലൈറ്റ് എന്ന്. ഇതിലൊരു വെള്ളയും ഒരു ലൈറ്റ് പിങ്ക് കൂടെ ചേർന്ന് വന്നൊരു കളറാണ്, നല്ല അട്രാക്റ്റീവാണ്. ഒറ്റ അതിൽ തന്നെ രണ്ട് കളറും കാര്യങ്ങളും കയറി വന്ന റോസാണ്, സിംഗിൾ കളറല്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ നല്ലോണം പിടിക്കും. അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ എൽവിഷ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വൈറ്റ് അതിൽ ഒരു നടുക്കോട്ട് കയറുമ്പോൾ ക്രീമിഷ് റെഡ് കളർ കയറി വരും. അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ റോയൽ ഹൈനസ്സിൻ്റെ പ്രത്യേകത ഒരു ലൈറ്റ് ഒരു കളറാണ്, ലൈറ്റ് പിങ്കും വെള്ളയും കൂടെ ഒരു കളറാണ്. പോരാത്തതിന് നല്ല രീതിയിൽ പന്തലിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണിത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന വെറൈറ്റിയാണ് നമ്മുടെ റെഡ് പിനാച്ചോ. നല്ല റെഡിഷ് കളറായിരിക്കും, നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്ലാനും നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ, ഞാൻ വീണ്ടും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ ചെറിയ കവറിൽ നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ നമ്മുടെ പൂവും കാര്യങ്ങളൊക്കെയാണിത്. ഇത് അത്യാവശ്യം നല്ല നമ്മുടെ ഓറഞ്ച് കളർ, റെഡ്, ഇപ്പോൾ കാണിച്ച വെറൈറ്റീസിൽ പലതും ഉണ്ട് ഇതിനകത്ത്. എന്നാൽ ഒത്തിരിയൊന്നുമില്ല, അതിനകത്ത് ഒരു പൂവൊക്കെയാണ് നമുക്ക് ഉണ്ടായി വരുന്നത്. അത് വെച്ച് നമുക്ക് അത് ഏത് വെറൈറ്റിയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ കവറിലുള്ള നമുക്ക് കൊണ്ടുപോയി റീപോർട്ട് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അതിന് പേഷ്യൻസും ടൈമും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ കവറിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യാം. നമുക്ക് ക്വാളിറ്റിയിലോ അതിൻ്റെ ഇതിലോ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല സാധനം മാത്രമേ നമ്മൾ വെക്കണുള്ളൂ. നല്ല കളറും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു സെക്ഷൻ റോസിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ വേറെയും കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ റോസ് കാണിക്കണതുകൊണ്ട് ഞാൻ മെയിനായിട്ട് റോസ് തന്നെ, നമ്മുടെ ക്രീപ്പിംഗ് റോസായി,
അതേപോലെ തന്നെ നമ്മുടെ പിങ്ക്, അങ്ങനെ കുറേ വെറൈറ്റി ഇതിനകത്തുണ്ട്. ഞാൻ ഓരോന്ന് പ്രത്യേകം എടുത്ത് പറയാനില്ല, നിങ്ങൾക്ക് കാണിച്ച് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരുവാണെങ്കിൽ നമ്മളതിൻ്റെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞു തന്നെയായിരിക്കും. അപ്പം നല്ല അട്രാക്റ്റീവ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇപ്പം ബഡ്സായി നിൽക്കണമുണ്ട്, നല്ലോണം വിരിഞ്ഞ് നിൽക്കണമുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ കുറച്ച് സർപ്രൈസായിട്ട് ഞാൻ കുറച്ച് ബോഗൻവില്ല കൂടെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബോഗൻവില്ലയുടെ വീഡിയോയിൽ ഭയങ്കര എൻക്വയറി ആയിരുന്നു, അതുകൊണ്ട് പിന്നെയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് കൂഫിയ പ്ലാന്റ്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ പൂക്കളുണ്ടാകും. അടുത്ത കാണുന്നതാണ് നമ്മുടെ സക്കൂറ, റൂബി റെഡ്, ഹവായി വൈറ്റ്, പിന്നെ റൂബി റെഡ്, ഹവായി വൈറ്റ്, റൂബി റെഡ്, ഹവായി വൈറ്റ്, അങ്ങനെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പം. ഹവായി വൈറ്റ് നമ്മുടെ വെരിഗേറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ താമരയുണ്ട്, വൈറ്റ് പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. അത് നമ്മുടെ കയ്യിൽ ഇപ്പം 3 പാത്രത്തിൽ വിരിഞ്ഞിരിപ്പുണ്ട്. നല്ല അട്രാക്റ്റീവ് കളറും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരെ വീഡിയോ കണ്ടവർക്കൊക്കെ അത്യാവശ്യം നല്ല സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, റോസ് അല്ലാതെയും വേറെ വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് സെയിലിനുള്ളത്. ഇനി ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് പിങ്ക് ആമ്പലാണ്. അത് നല്ല രീതിയിൽ പോട്ട് ചെയ്ത് നല്ല കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളതിൽ തീർച്ചയായിട്ടും ഒരു ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിഹാരം കൊണ്ടുവന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് താല്പര്യപ്പെടുന്ന പ്ലാൻസ്, നിങ്ങൾക്ക് ഏത് പ്ലാൻസ് വേണം, കാര്യങ്ങളൊക്കെ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ പയ്യെ ഓരോ വെറൈറ്റീസും വീഡിയോ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ സ്റ്റോക്ക് വന്ന പുതിയ പ്ലാൻസ് വന്ന എല്ലാം നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളുമൊക്കെ ഈയിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വന്നതായിരിക്കും. കുറേ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുമായിരിക്കും. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്യാൻ. അത് ഞാൻ മെൻഷൻ ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരാറുണ്ട്. നമുക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. എന്നാലും ഇപ്പം നിങ്ങൾക്കൊരു പ്ലാന്റ് ഇഷ്ടപ്പെട്ട് അത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി മോട്ടിവേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രാക്ഷൻ നടക്കണുണ്ട്. ഇത് വെറുതെ ഞങ്ങൾ വീഡിയോ ചെയ്യണ പ്രൈസ് ഇടണം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മേടിക്കണം. ആ പ്രൈസ് കണ്ടിട്ടല്ല മേടിക്കേണ്ട. ആക്ച്വലി നമ്മൾ ആ പ്ലാന്റിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളും വെച്ചാണ്. ഇതിപ്പം ഞാൻ വെറുതെ ഒരു പ്രൈസ് ഇട്ട് അത് വേറെവരുമായിട്ട് കമ്പയർ ചെയ്ത് ആക്ച്വലി നമുക്ക് ആ കമ്പാരിസന് വേണ്ടിയാണ് ആ പ്രൈസ് അവിടെ കിടക്കണം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഒരു ഫെയർ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പം നമ്മുടെ കയ്യിലുള്ള റെയർ വെറൈറ്റീസാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പം നമ്മളതിന് വേണ്ടി വേറെ വെറൈറ്റി കൊണ്ടുവന്ന് അതിന് ചെറിയ റേറ്റ് ഇട്ട് വെക്കണം, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകണം. അപ്പോൾ ഈ ഫീൽഡിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് കച്ചവടം ചെയ്ത് ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ്സാണിത്. അതിൽ നമ്മൾ ആയിട്ട് ചിലവരുടെ ബിസിനസ് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രൈസും കാര്യങ്ങളും. പിന്നെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് അവർക്ക് നല്ലൊരു റേറ്റിൽ ചില സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വിചാരിക്കലും നിങ്ങൾക്ക് റേറ്റ് ഞങ്ങൾ വീഡിയോയിൽ പറയണില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റേറ്റൊക്കെ പറയണം അത്രയും ഒരു നല്ല കാര്യമാണെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടാത്തത്. പിന്നെ നിങ്ങൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട്, റേറ്റ് മാത്രമല്ല ആ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ പരിപാലിക്കണം, എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു തന്നെ. അത് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് മെസ്സേജ് ചെയ്യാനല്ല ഞാൻ പറയണം. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണമായിരിക്കും. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്ക് സ്റ്റേ ട്യൂൺ ഗൈസ്, ആൻഡ് എബിൽ സൈനിങ് ഔട്ട്.